പൈനാപ്പിൾ കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കണം മനുഷ്യമാംസത്തിൽ ഈ ഫലം പ്രവർത്തിക്കുന്ന രീതി. കൈതച്ചക്ക എന്ന നാടൻ പേരിൽ വിളിക്കപ്പെടുന്ന പൈനാപ്പിൾ പലരും കരുതുന്ന പോലെ ഒരു പാവത്താനല്ല. പഴങ്ങളിൽ ഒരുപാട് പേർ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഫലവർഗ്ഗമാണ് പൈനാപ്പിൾ. ചിലർ കടയിൽ നിന്നും പൈനാപ്പിൾ വാങ്ങി കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ മറ്റു ചിലർ കൊടും ചൂടത്ത് വിയർത്തൊലിക്കുമ്പോൾ ഒരു ജ്യൂസ് അടിക്കാനാകും ഇഷ്ടപ്പെടുക. ആരോഗ്യകരമായ ഭക്ഷണരീതിയിൽ പഴങ്ങൾ വഹിക്കുന്ന പങ്ക് ഏറെയുണ്ട്. ചില സീസണൽ ഫലങ്ങൾ ഒഴികെ മറ്റുള്ളവ വർഷത്തിൽ എല്ലായ്പ്പോഴും വിപണിയിൽ ലഭ്യമാണ്. ഓരോ ഫലവർഗ്ഗത്തിനും അതിൻ്റേതായ ഗുണവശങ്ങൾ ഉണ്ട് താനും. എന്നാൽ കൈതച്ചക്ക എന്ന നാടൻ പേരിൽ വിളിക്കപ്പെടുന്ന പൈനാപ്പിൾ പലരും കരുതുന്ന പോലെ ഒരു പാവത്താനല്ല. പ്രധാനപ്പെട്ട ഫലവർഗ്ഗങ്ങളിൽ ഒന്നാണ് പൈനാപ്പിൾ. ഇന്ത്യയിൽ വഴിയോരത്തു മുതൽ സൂപ്പർ മാർക്കറ്റുകളിൽ വരെ ഇത് ലഭ്യമാണ്. മധുരവും പുളിയും ചേർന്ന രുചിയുടെ പേരിൽ പൈനാപ്പിൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ നിരവധിയാണ്. വൈറ്റമിൻ, മിനറലുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, മറ്റു പോഷകങ്ങൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് പൈനാപ്പിൾ. ഇത്രയും ജനകീയമായ ഫലവർഗ്ഗത്തിന് നമ്മൾ പോലും അറിയാത്ത ചില വിശേഷങ്ങളും ഇനിയും കാണാത്ത മുഖവുമുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? പൈനാപ്പിൾ മലയാളിയോ ഇന്ത്യക്കാരനോ ഇന്ത്യക്കാരിയോ അല്ല കേട്ടോ. തെക്കേ അമേരിക്കയാണ് സ്വദേശം. ഇവിടെ ഈ വിള നൂറ്റാണ്ടുകളായി കൃഷി ചെയ്തു പോരുന്നു. എന്നാൽ പൈനാപ്പിളും മനുഷ്യമാംസവുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്നത് പലർക്കും അത്ര രസകരമായി വായിക്കാൻ കഴിയാത്ത ഒരു കാര്യമാകും. നിങ്ങൾ ആരെങ്കിലും ഈ വിഷയം മുമ്പ് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇക്കാര്യം ഇവിടെ നിന്ന് മനസ്സിലാക്കാം. മനുഷ്യമാംസം ഭക്ഷിക്കുന്ന ഫലവർഗ്ഗം എന്നൊരു പേരുണ്ട് പൈനാപ്പിളിന്. ഈ പഴം കഷണങ്ങളാക്കി കഴിക്കുമ്പോൾ നാവിൽ തോന്നുന്ന ഒരു തരിപ്പ് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. പൈനാപ്പിളിൽ സിട്രിക് ആസിഡ്, മാലിക് ആസിഡ് എന്നിവയുടെ സാന്നിധ്യമുണ്ട്. കഴിക്കുമ്പോൾ നാവിൽ തോന്നുന്ന തരിപ്പിൻ്റെ കാരണവും ഇതുതന്നെ. ബ്രോമലൈൻ എന്ന പ്രോട്ടോലൈറ്റിക് എൻസൈം പൈനാപ്പിളിൻ്റെ തണ്ട്, ഇലകൾ, പഴത്തിൻ്റെ മാംസളമായ ഭാഗം എന്നിവിടങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. മറ്റ് പ്രോട്ടീനുകളെ, പ്രത്യേകിച്ചും മൃഗപ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കി മാറ്റുന്നതാണ് ബ്രോമലൈനിൻ്റെ ജോലി. ഇതൊരു സ്പെഷ്യൽ പ്രോട്ടീനാണ്. മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീനുകളെ വിഘടിപ്പിക്കുന്നതിൻ്റെ വേഗത കൂട്ടാൻ ഇതുകൊണ്ടാകും. മനുഷ്യമാംസം ഭക്ഷിക്കുന്ന ഫലവർഗ്ഗം എന്ന പേര് ഇതിന് ലഭിച്ചതും ഇക്കാരണം കൊണ്ട് തന്നെ. ഇറച്ചി സംസ്കരണശാലകളിൽ മാംസം മൃദുവാക്കാൻ ഉപയോഗിക്കുന്നതും ബ്രോമലൈൻ എന്ന എൻസൈം ആണെന്ന കാര്യം ഒരുപാട് പേർ അറിയണമെന്നില്ല. ദഹനപ്രക്രിയ ത്വരിതപ്പെടുത്തുന്നതിലുപരി ശരീരഭാരം കുറയ്ക്കാനും രോഗപ്രതിരോധ ശക്തി മെച്ചപ്പെടുത്താനും പൈനാപ്പിൾ കഴിക്കുന്നത് കൊണ്ട് പ്രയോജനമുണ്ട്. വൈറ്റമിനുകളായ എ, കെ, മിനറലുകളായ ഫോസ്ഫറസ്, കാൽസ്യം, സിങ്ക് എന്നിവ രോഗപ്രതിരോധം തീർക്കാൻ സഹായകമാണ്. സ്ഥിരമായി പൈനാപ്പിൾ കഴിക്കുന്നത് പലവിധമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധി കൂടിയാണ്. ഇത്തരം ആരോഗ്യപരമായ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക.